ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന സസ്റ്റൈനബിൾ വെഡിങ് എന്ന് പറയുന്നത് കേരളത്തിൽ അധികം ആരും അങ്ങനെ വെഡിങ് ഇൻഡസ്ട്രിയിൽ കേൾക്കാത്ത ഒരു രീതിയായിരിക്കും. അപ്പോൾ ഒരു വെഡിങ് എങ്ങനെ സസ്റ്റൈനബിളായി ചെയ്യാം എന്നുള്ള ഒരു തോട്ടാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷം മുന്നേ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വെഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഘടകം, പ്രകൃതിക്ക് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെഡിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന ഒയാസിസ് എന്ന് പറയുന്ന ഫ്ലോറൽ ഫോമാണ്. അപ്പോൾ ഈ ഫ്ലോറൽ ഫോമിനെ റീപ്ലേസ് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഈ ഫ്ലവറുകൾ കുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലോറൽ ഫോം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫ്ലോറൽ ഫോമിന് മാറ്റം വരുത്തി അത് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന വാഴത്തണ്ടുകൾ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ ഐറ്റംസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇപ്പോൾ സ്റ്റീൽ ഗ്ലാസും റീയൂസ് ചെയ്യാൻ കഴിയുന്ന എലമെന്റുകളെല്ലാം ഉപയോഗപ്പെടുത്തി അവിടെ ഉപയോഗിക്കുന്ന കാർപ്പറ്റ് അടക്കം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കാർബൺ എമിഷൻ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് അതേപോലെ തന്നെ അവിടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെന്റ് അടക്കം അതെങ്ങനെ അത് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ ആ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യപ്പെടുന്നു, ഫുഡ് വേസ്റ്റ് അടക്കം എങ്ങനെ മാനേജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇവന്റുകൾ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് അത് പൂർണ്ണമായി ഒരു സസ്റ്റൈനബിൾ വെഡിങ് ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുക. വെഡിങ്ങിന് പങ്കെടുക്കുന്ന ആളുകൾ വരുന്നതടക്കം അവരുടെ യാത്രയടക്കം കാർബൺ എമിഷൻസി ഒഴിവാക്കിക്കൊണ്ട് അതിനകത്തേക്ക് എത്താൻ കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്കതൊരു ഗ്രീൻ പ്രോട്ടോകോൾ വെഡിങ് എന്ന് പറയാൻ കഴിയും. അപ്പോൾ അതിനുള്ള ഒരു പരിശ്രമം സിനാരിയോയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു കല്യാണം നമ്മൾ അങ്ങനെ നടത്തുകയും അതിനൊരു പുരസ്കാരം ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. തുടർച്ചയിലും കൂടുതൽ ആളുകൾ ഇത്തരം ഗ്രീൻ പ്രോട്ടോകോൾ വെഡിങ്ങുകൾ കേരളത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശവും ഉദാഹരണവും എല്ലാമാണ് നമ്മളിത് വഴി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കൂടുതൽ പുതിയ തലമുറ ഗ്രീൻ പ്രോട്ടോകോൾ വെഡിങ്ങിലേക്ക് മാറും എന്നുള്ള വിശ്വാസവും എല്ലാം ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഇത്തരം ഗ്രീൻ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ടുള്ള വെഡിങ്ങിലേക്ക് കടന്നു വരണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്.